നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും കടുത്ത ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഒടുവിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ ഗതാഗത നിയമങ്ങൾ പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള കരാറിൻ്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുവാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകൾക്കും കടുത്ത നിബന്ധനകളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക സമുദ്ര സുരക്ഷാ വിഭാഗമായ പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകളും തങ്ങളുടെ യാത്രാ അനുമതിക്കായുള്ള അപേക്ഷ കൃത്യം 48 മണിക്കൂർ മുമ്പ് തന്നെ സമർപ്പിച്ചിരിക്കണം. കടലിടുക്കിൻ്റെ പ്രവേശന കവാടത്തിലും പുറത്തു കടക്കുന്ന ഭാഗങ്ങളിലും ഉണ്ടാകാനിടയുള്ള അനാവശ്യമായ തടസ്സങ്ങളും കാലതാമസങ്ങളും ഒഴിവാക്കുന്നതിനാണ് ഈ മുൻകൂർ അനുമതി സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക വിശദീകരണം. എങ്കിലും ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇതിനാൽ ഇറാൻ്റെ ഈ പുതിയ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെയും മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വലിയൊരു ശതമാനവും പ്രത്യേകിച്ച് ഏഷ്യൻ വിപണികളിലേക്ക് പോകുന്ന എണ്ണക്കപ്പലുകളും കടന്നു പോകുന്നത് ഇറാൻ്റെയും ഒമാൻ്റെയും അതിർത്തി പങ്കിടുന്ന ഈ ഇടുങ്ങിയ കടൽപ്പാതയിലൂടെയാണ്. യുദ്ധാവസാനത്തിന് ശേഷമുള്ള സമാധാന അന്തരീക്ഷത്തിലേക്ക് ലോകം മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് തങ്ങളുടെ പരമാധികാരവും മേഖലയിലെ സ്വാധീനം ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിൽ ഇറാൻ ഇത്തരമൊരു കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. കപ്പലുകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ നിർണായക വിവരങ്ങളും അടങ്ങിയ അപേക്ഷകൾ 2 ദിവസം മുൻപ് തന്നെ പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റിക്ക് കൈമാറണമെന്നത് വൻകിട കപ്പൽ കമ്പനികളുടെ യാത്രാ ഷെഡ്യൂളുകളെയും ചരക്ക് നീക്കങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കപ്പലുകളുടെ സുഗമമായ പ്രയാണത്തിന് ഈ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും തന്ത്രപ്രധാനമായ ഈ ജലപാതയ്ക്ക് മേൽ തങ്ങൾക്കുള്ള പൂർണ്ണമായ ആധിപത്യം ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുക കൂടിയാണ് ഇറാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഈ പുതിയ യാത്രാ നിയമങ്ങൾ ആഗോള ഊർജ്ജ സുരക്ഷയും എണ്ണ വിലയെയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 48 മണിക്കൂർ മുമ്പുള്ള മുൻകൂർ അനുമതി കപ്പലുകളുടെ യാത്രാ സമയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിനാൽ വിതരണ ശൃംഖലകളിൽ ഹോർമുസ് കടലിടുക്കിൻ്റെ ഇറാൻ്റെ പുതിയ നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ആഗോള വ്യാപാരത്തിനുമുള്ള കടന്നുകയറ്റവുമാവുകയാണ്. ഹോർമുസിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും 48 മണിക്കൂറിന് മുമ്പ് അനുമതി തേടണമെന്ന പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റിയുടെ ഉത്തരവ് കേവലം ഒരു ഭരണപരമായ സുരക്ഷാ മാനദണ്ഡമല്ല, മറിച്ച് ആഗോള സമൂഹത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ബന്ദിയാക്കാനുള്ള ഇറാൻ്റെ ആസൂത്രിത നീക്കമായിട്ട് വേണം കാണാൻ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് പാതകളിൽ ഒന്നിനുമേൽ തങ്ങളുടെ ഏകപക്ഷീയമായ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ഇറാൻ്റെ ഈ പുതിയ തീരുമാനം സ്വതന്ത്രമായ കപ്പൽ ഗതാഗതത്തിനുള്ള അവകാശത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നതും അന്താരാഷ്ട്ര കടൽ നിയമങ്ങളുടെ ലംഘനവുമാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരം കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇറാൻ്റെ നയതന്ത്രപരമായ ഇരട്ടത്താപ്പും വിശ്വസിക്കാൻ കൊള്ളാത്ത നിലപാടുകളുമാണ് തുറന്നു കാട്ടുന്നത്. ഭരണപരമായ കാലതാമസം ഒഴിവാക്കാനെന്ന വ്യാജേനയാണ് 48 മണിക്കൂർ മുമ്പുള്ള മുൻകൂർ അറിയിപ്പ് സംവിധാനം കൊണ്ടുവരുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ആഗോള ഊർജ്ജ വിപണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഒരു പാതയിൽ ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് വിതരണ ശൃംഖലയെ കടുത്ത രീതിയിൽ ബാധിക്കുകയും എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാവുകയും ചെയ്യും. ഇത് യുദ്ധക്കെടുതികളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ അനാവശ്യമായ ഭാരമാണ് അടിച്ചേൽപ്പിക്കുക. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് നിർണായകമായ കടലിടുക്കുകളിലൂടെയുള്ള നിരപരാധികളായ കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നിരിക്കെ ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് ഇതര രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഓരോ കപ്പലിൻ്റെയും യാത്രാ വിവരങ്ങളും ചരക്കുകളുടെ വിശദാംശങ്ങളും മുൻകൂട്ടി ശേഖരിക്കുന്നതിലൂടെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളുടെ ചരക്ക് നീക്കങ്ങളെ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കാനും ഇറാന് ഇതിലൂടെ സാധിക്കും. ഈ നയം അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ കമ്പനികൾക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടവും പ്രവചനാതീതമാണ്. കടലിലെ മാറുന്ന കാലാവസ്ഥയും സാങ്കേതിക സാഹചര്യങ്ങളും കാരണം
കൃത്യമായ സമയക്രമം പാലിച്ച് എണ്ണക്കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഇറാൻ്റെ ഈ 48 മണിക്കൂർ നിബന്ധന കപ്പലുകളെ മണിക്കൂറുകളോളം സമുദ്രത്തിൽ കാത്തുകിടക്കാൻ നിർബന്ധിതരാക്കും. ഇത് കപ്പൽ ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ആഗോള ചരക്ക് നീക്കത്തെ സാവധാനത്തിലാക്കുകയും ചെയ്യും. സമാധാന കരാറുകൾ ഒപ്പുവെച്ചതിന് ശേഷവും മേഖലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ താൽപ്പര്യമില്ലെന്ന സൂചനയാണ് ഇറാൻ്റെ ഈ പ്രകോപനപരമായ നടപടി നൽകുന്നത്. വൻ ശക്തികളായ രാജ്യങ്ങളുമായി ധാരണയിലെത്തിയെന്ന് വരുത്തി തീർക്കുകയും എന്നാൽ തങ്ങളുടെ പരമാധികാരം ദുരുപയോഗം ചെയ്ത് പ്രാദേശിക മേധാവിത്വം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇറാൻ്റെ ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതുണ്ട്. സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ മേധാവിത്വത്തിനും വേണ്ടി ആഗോള ജനതയുടെ സുഗമമായ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന ഇറാൻ്റെ ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ കടുത്ത നയതന്ത്ര പ്രതിരോധം അർഹിക്കുന്നു. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കപ്പലിന് കൃത്യസമയത്ത് അനുമതി ലഭിക്കാതിരിക്കുകയോ വിവരങ്ങളിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നേരിടുകയോ ചെയ്താൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും എണ്ണ വിതരണത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ശേഷവും ഇത്തരം കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇറാൻ നിലനിർത്തുന്നത് വരും ദിവസങ്ങളിലും ഈ മേഖല പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന സൂചനയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്നത്. ഒപ്പം തങ്ങളുടെ അതിർത്തികളിലൂടെയുള്ള ചരക്ക് നീക്കങ്ങളെ കർശനമായി നിരീക്ഷിക്കാനും ശത്രു രാജ്യങ്ങളുടെയോ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത മറ്റ് കപ്പലുകളുടെയോ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് തടയുവാനും ഇറാന് ഈ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. യുദ്ധം അവസാനിച്ചു എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ രാഷ്ട്രീയവും സൈനികവുമായ മേധാവിത്വം ഇറാൻ്റെ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ പുതിയ യാത്രാ ചട്ടങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പെട്ടെന്ന് ഏർപ്പെടുത്തിയ ഈ പുതിയ 48 മണിക്കൂർ മുൻകൂർ യാത്രാ നിബന്ധന മേഖലയിൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുള്ള കടുത്ത പ്രകോപന ഘടകങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് തള്ളിക്കളയാൻ സാധിക്കില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം എങ്കിലും ഇത് സമാധാന അന്തരീക്ഷത്തെ ഏത് നിമിഷവും തകർക്കാൻ പോകുന്ന ഒന്നായി കാണാം. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് സ്വതന്ത്രമായി കപ്പൽ ഗതാഗതം നടത്താനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുന്ന ഏതെങ്കിലും അന്താരാഷ്ട്ര കപ്പലുകളെയോ വാണിജ്യ എണ്ണ കപ്പലുകളെയോ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് തടഞ്ഞു വയ്ക്കാനോ പിടിച്ചെടുക്കാനോ ശ്രമിച്ചാൽ അത് ഒരു പുതിയ സൈനിക സംഘട്ടനത്തിന് തന്നെ പെട്ടെന്ന് തീപ്പൊരിയിട്ടേക്കാം. ഇറാൻ്റെ ഈ പുതിയ കടുത്ത നിയന്ത്രണങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടിയായി അമേരിക്കയും സഖ്യകക്ഷികളും കൂടുതൽ യുദ്ധക്കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിലേക്ക് നിയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സമുദ്രപാതയിൽ ഇരു വിഭാഗത്തിൻ്റെയും സൈനിക സന്നാഹങ്ങൾ മുഖാമുഖം വരുന്നത് ഏത് നിമിഷവും ഒരു അവിചാരിത യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. കൂടാതെ ഈ നിയന്ത്രണം കാരണം ആഗോള വിപണിയിൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയും എണ്ണവില വീണ്ടും കുതിച്ചുയരുകയും ചെയ്താൽ ഇറാനെതിരെ കൂടുതൽ കടുത്ത നയതന്ത്ര സാമ്പത്തിക ഉപരോധങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് വരും. അത്തരം ഉപരോധങ്ങൾ തങ്ങളെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമെന്ന തരത്തിലുള്ള കടുത്ത പ്രത്യാക്രമണത്തിലേക്ക് ഇറാൻ മുതിർന്നേക്കാം. ചുരുക്കത്തിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന സമാധാന ധാരണയുടെ ആയുസ് കുറയ്ക്കുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഈ പുതിയ നിയമത്തിലൂടെ ഉടലെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തെറ്റിദ്ധാരണയോ ചെറിയൊരു സൈനിക നീക്കമോ പോലും മേഖലയെ വീണ്ടും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധ്യത ഏറുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.